കുഴപ്പമില്ല. മോളൊന്ന് പ്രസ് ചെയ്തിട്ട് കാർത്തിക പ്രസ് ചെയ്തിട്ടാ കിട്ടും. എടുത്തേ കളയാതെ കഴുത്തിനുണ്ട്. ഇത് സൂക്ഷിച്ച് പിടിക്കണത് ചെയ്യാം. കൈയൊക്കെ തണുത്തിരിക്കുന്നു. ഫോട്ടോ എടുക്കണേ. ഓൺ ചെയ്തോണ്ട് ഓൺ ചെയ്ത് കൊടുക്കടാ. അവള് കത്തി ഓൺ ചെയ്തോണ്ട് ഓൺ ചെയ്തിട്ടേക്കോ ഞാനാ കിടത്തി. വെക്കാൻ ഒരു കൊച്ചു പാത്രം കൊടുത്തു. ഇനിയിപ്പോ തിളച്ചാൽ മതി. ചടങ്ങ് കഴിഞ്ഞു. ഇളക്കി കൊടുക്കും. തവിയുണ്ടല്ലോ, ഇളക്കിക്കൂടെ കാർത്തി ഇളക്കത്. ഇളക്കുമ്പോ പാത്രത്തിലൊക്കെ പിടിച്ചു. വെളിയിലോ നമുക്ക് മാപ്പുണ്ടേലും പാല് തിളച്ചിട്ട് എടുക്കാം കേട്ടോ. പാല് ഇങ്ങനെ ഇങ്ങനെ വരും. ഇങ്ങനെ കുഞ്ഞിന് കാണണേ. പാലിങ്ങനെ തിളച്ചുണ്ടല്ലേ, ഇങ്ങനെ പൊങ്ങി വന്ന് അടുപ്പി വീഴും. അപ്പൊ കുഞ്ഞിന് കാണണേ അത്. അമ്മ പാലിങ്ങനെ തിളച്ചിങ്ങനെ വന്ന് വീഴും കേട്ടോ. നീ കാണണേ നേരം. ബോറ്റി ബോറ്റി വീണ്ടും
ഇവിടെ അത്രയും സംശയിച്ചിട്ടില്ല. അമ്മ അറിയായിരിക്കുമല്ലോ അല്ലേ? പരിചയപ്പെട്ടോ? മനസ്സേ അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് കൂടെ എടുക്കാം. അതാ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വലിയ മോന്റെ മോള് ഞങ്ങളവിടെ വന്നപ്പോഴേ ചേച്ചി അവിടെ വന്നു. ശരിയാണ്. മാസമായിട്ട് അങ്ങനെ ഒരു ഫൈനൽ ഇത് വരുന്നു. പക്ഷെ അതൊരു സന്തോഷമാണ്. അതായിരിക്കും എന്റെ കുഞ്ഞമ്മ. ഹരിക്കുട്ടനെ ഓഫീസൊക്കെ വരും. വൈകിട്ടും ശബരിമല പോയി ചെറുകുട്ടനെ ഇടയ്ക്കൊന്ന് ഇളക്കണേ. പഞ്ചസാര പിന്നെ ഇളക്കാം. നമ്മുടെ ഇവിടെ ഇവിടെ 15 ഉണ്ടെന്ന് പറഞ്ഞാൽ 5 ഉണ്ടെന്ന് എല്ലു. നമ്മുടെ അകത്തുള്ള അത് സാധനം കഴിച്ചു സ്കൂളും 26 അറിയപ്പെടും. ലാൻഡ് അയക്കാം. 10 ലാൻഡ്. എത്ര മണിക്ക് ലാൻഡ് ചെയ്തു? 10. 11 കഴിഞ്ഞു.
ഊണുന്നതിന് മുമ്പാണ് പിസിഞ്ഞ് വരാൻ. നിങ്ങളുടെ കുടുംബത്തിലെ IAM കോഴിക്കോട് കുടുംബത്തിൽ അപ്പൊ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്ന ഡോക്ടർ പ്രൊഫസർ ആനന്ദക്കുട്ടനുണ്ണി തന്നെ, അദ്ദേഹമാണ് മുത്തിനും കൊടുത്തത്. അദ്ദേഹം മാവേലിക്കരക്കാരനാണ്. ആ സാറ് മാവേലിക്കരക്കാരനാണ്. ഡോക്ടർ പ്രൊഫസർ ആനന്ദക്കുട്ടനുണ്ണി മാർക്കറ്റിംഗിന്റെ ഗുരുവാണ്. ഞാൻ ഇന്നലെ കണ്ടു, ഞാൻ കണ്ടു. പിന്നെ അവിടെ ഒരു ബോർഡ് ബോർഡിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇന്നലെ അപ്പൊ ഞാനപ്പം കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ അടുത്തുണ്ടെങ്കിൽ സാറിനോടൊരു ഹലോ പറഞ്ഞു. സാർ പോയി അവര് കോഴിക്കോട് ബീച്ച് കറങ്ങാനായിട്ടൊക്കെ ഇന്നലെ വൈകിട്ട് സൈഡ് അപ്പുറം ലോറി രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യേണ്ടത് അങ്ങനെ ഒരു വലിയ സംഭവം അവിടെ കോഴിക്കോട്ട്. അതെ അതെ. ഇപ്പൊ പക്ഷെ എടുത്തത് ഞാൻ 22-23 ബാച്ചാണ്. ഇതൊക്കെ കിട്ടിയേക്കാണ്. തിളച്ചിട്ടാട്ടല്ല വിളക്ക് അവിടെ ഇരിക്കണം. നീ തിളയ്ക്കുന്നുണ്ടോ? തിളക്ക് തൂണോ തൂണ്ട ഇപ്പൊ പറയുന്നത് തൂവരുത്. രണ്ട് തരത്തിലും മെക്കാനിക്ക്. ഒന്ന് കയ്യിൽ നിന്ന് പോകരുത്, ഒന്ന് സൂക്ഷിക്കണം. അല്ല, ഈ ധനമോ സ്വത്തോ അതെങ്ങനെ പനലാക്കരുത്, സൂക്ഷിക്കുക എന്നുള്ളത് നല്ല അർത്ഥമായിരിക്കും. പക്ഷെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരിക്കും നല്ലതല്ല. റിസർവ് ചെയ്യുക, സൂക്ഷിക്കുക. രണ്ടർത്ഥത്തിലും ശരിയായിരിക്കും. രണ്ടർത്ഥവും ശരിയായിരിക്കും. അല്ല, സൈഡിൽ കൂടെ ചെറുതായിട്ട് വൈകത്തില്ല. നമ്മളെ നിലയ്ക്കും കുഴപ്പമില്ല. പിന്നെ തിളച്ച് വരുമ്പോ ഇളക്കണ്ട. പൂവുണ്ടായ എന്താ പറയുന്ന സ്നേഹക്കുട്ടി. അവധിയുടെ മിക്സ് മൂഡിൽ ഇരിക്കുകയാണ്. അപ്പാർട്ട്മെന്റിലെ കുറെ പിള്ളേരെല്ലാം ഹോളിഡേക്ക് പോയി. കുറച്ച് പേരായി. നല്ല ഉണ്ട്. ഒരാൾ 1-2 ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ. എന്ത് ചെയ്യാനൊക്കെ നമ്മള് ഒരാളുടെ എക്സാം നടക്കുമ്പോ എന്ത് ചെയ്യുന്നില്ലേ? ഏതായാലും നാളെ കൂടി തീരുവോ? തീ കുറച്ചിടും. ഇനിയിപ്പോ കിട്ടും. ഇനി തിളക്കണോ? ഇത് വേണ്ടല്ലോ. വേണ്ട, പഞ്ചസാര ഇട്ട് ഇളക്കി നിർത്താം. ഒരു സ്പൂൺ എടുത്തോ. അത് ശരിക്കും അത്ര പതിവൊന്നും. നന്നായിട്ട് ഇട്ടോ, കുഴപ്പമില്ല. മധുരം വേണം. ശിശു എല്ലാം വെച്ച് പിടിച്ചു ഇളക്കി കഴിഞ്ഞു. ഉറങ്ങി അവൻ മെയിൻ ചടങ്ങ് വരുമ്പോഴെല്ലാം ഉറങ്ങി. അല്ല, പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ഇരിക്കണം എന്നല്ലോ. കഴിച്ചിട്ട് വിളിച്ചപ്പോ
ചിറ്റയുടെ മോള് കൂടെ ചിറ്റയുടെ മോള് ഗ്ലാസ് രണ്ടുപേർക്കുള്ള ഗ്ലാസ് ഇത് അതൊരു ശകലം നാറുണ്ട്. അല്ലേ? ഇവർ രണ്ടൊരു വണ്ടിയിൽ അവിടെ പോയി നിന്ന് കുടിക്കണമെന്ന് പൂജാരി ചെന്ന് പറഞ്ഞു. അതെ, ഒരുമിച്ച് വെച്ച് അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആട്ടെ. അങ്ങനെ വെച്ചേ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ചൂടല്ലേ? പിടിക്കാൻ പറ്റത്തില്ല. വെളുക്കുത്തി അതൊക്കെ ഏതോ അത് കൊണ്ടുവരണം. ശരി. വിളക്കെടുക്കും. അമ്പത്